പുറത്ത് നിൽക്കുന്ന പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും കേരള സർക്കാർ ലോകത്തെ സംയുക്തമായിട്ട് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക. ആ ഇൻഷുറൻസ് പദ്ധതിയുടെ കുടുംബങ്ങൾക്ക് വളരെയധികം ആശ്വാസകരമായ അവരുടെ കുടുംബത്തിന് ചികിത്സയ്ക്കും മറ്റും എല്ലാം ഇതിൽ ഉപകാരപ്പെടും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വന്നതാണ്. ഓക്കെ. അവിടെ വെച്ച് തീരുമാനിക്കുകയും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ താല്പര്യപൂർവ്വം അതിന് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത് കഴിഞ്ഞ 2 വർഷത്തെ ചർച്ചകൾക്കും സമഗ്രമായ പഠനങ്ങൾക്കും ശേഷം ഇന്ന് അത് പൂർത്തീകരിച്ച് പ്രവാസി സമൂഹത്തിൽ സമർപ്പിക്കുന്ന ഈ അവസരത്തിൽ പ്രവാസികളായ ഞങ്ങളെല്ലാവരും വളരെയധികം അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളി സമൂഹത്തെ എന്നും നമ്മുടെ സർക്കാരുകൾ സംരക്ഷിച്ചു. പക്ഷേ കഴിഞ്ഞ 2016 വന്ന കേരള സർക്കാർ ചരിത്രപരമായ ഒരു മൈൽ സ്റ്റോൺ പ്രവാസികൾക്ക് തന്നിരുന്നു. അതായിരുന്നു ലോക കേരള സഭ. അത് ചരിത്രമുള്ളിടത്തോളം നിലനിൽക്കുന്ന ആദ്യത്തെ പിണറായി സർക്കാരിന്റെ സംഭാവനയായിരുന്നു. ഇന്ദിര 2ാം സർക്കാരിന്റെ സംഭാവനയായി. അതൊരു മൈൽ സ്റ്റോൺ. ഇതൊരു മൈൽ സ്റ്റോണാണ്. പ്രവാസികൾക്കായി ലോകത്തെവിടെയും ഇല്ലാത്ത രൂപത്തിൽ ഇത്രയും വെറുത്തായ അതേസമയത്ത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്കീം പ്രവാസി സമൂഹത്തിന് നൽകുകയാണ്. ഞാൻ പ്രവാസി സമൂഹത്തിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും കേരള സർക്കാരിനും നോർക്കയ്ക്കും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും എൻ്റെ നന്ദി പ്രവാസി സമൂഹത്തിന് വേണ്ടി പറയുകയാണ്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇത് നോർക്ക കാർഡും ഉള്ള ആൾക്കാരാണ്. ഞാൻ ഇന്നലെ നോർക്ക ഓഫീസിൽ പോയപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ നോർക്ക കാർഡിന് വേണ്ടിയിട്ടുള്ള സാധാരണ 500 അപേക്ഷകളൊക്കെയാണ് മാസത്തിൽ കിട്ടാറ്. ഈ കഴിഞ്ഞ 20 വരെ, ഈ മാസം 20 വരെ മാത്രം 3010 ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇത് തന്നെ പ്രവാസികൾ ഈ സ്കീം ഏറ്റെടുത്തു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിന് ഒരിക്കൽ കൂടി കേരള സർക്കാർ നന്ദി പറഞ്ഞുകൊണ്ട് സർക്കാരിനെ അനുവദിച്ചുകൊണ്ട്